149 സങ്കീർത്തനം. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് പ്രീതിപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഒന്നാമത്തെ വായനയിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിനും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നവനുമായ യേശുവെന്ന അവിടുത്തെ പുത്രനെ സ്വർഗത്തിൽ പ്രതീക്ഷിക്കുന്നതിനും വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞുവെന്ന് അവർ ഞങ്ങളോട് വിവരിച്ചു. യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുന്ന മനുഷ്യര്, അവനെ മാത്രം ആരാധിക്കുന്ന മനുഷ്യര്, അവനിൽ സർവവും സമർപ്പിക്കുന്ന മനുഷ്യര്, എന്ത് കാരണം കൊണ്ടാണെങ്കിലും അവനെ വിട്ടുപോകാത്ത വിധത്തിൽ കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന മനുഷ്യർ, ദൈവം എങ്ങനെയാണ് അവരിൽ പ്രസാദിക്കാതിരിക്കുക? യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാനും യഥാർത്ഥ ദൈവത്തെ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് സുവിശേഷം വരണേ. കപടനാട്യക്കാരെ എന്നൊക്കെ വിളിച്ചിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിലെ കർത്താവ് നിയമജ്ഞരെയും പരിസേയരെയും ഒക്കെ നേരിടുന്നത്. അതിനുള്ള കാരണം കർത്താവ് പറയണത് നിങ്ങൾ അന്ധരായ മാർഗദർശികളാണെന്നുള്ളതാണ്. ശരിക്കുമുള്ള ദൈവത്തെ കാണിച്ചു കൊടുക്കാത്ത മനുഷ്യർ, ശരിക്കുമുള്ള ദൈവാനുഭവത്തിലേക്ക് വഴിയിട്ട് കൊടുക്കാത്ത മനുഷ്യർ, വഴി തെറ്റിച്ചു കളയുന്ന മനുഷ്യർ, നമ്മുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ എത്രമാത്രം കൂടെയുള്ളവരെ ബലപ്പെടുത്തിയിട്ടുണ്ടെന്നും ക്രിസ്തുവിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. നല്ലതാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥന അടക്കമുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഈശോയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ ഇവരെയൊക്കെ? ആഴി തന്നഗാധത്തെക്കാൾ